നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭക്തവത്സലനായ ഗുരുവായൂരപ്പൻ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളിലേക്ക് പകർന്നു നൽകാനായി പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ഭഗവാന്റെ വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം വെണ്ണക്കണ്ണൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം രാധാദേവിയോടൊപ്പമുള്ള ഭഗവാന്റെ ചിത്രമാണ്. 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഗുരുവായൂരപ്പനെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ വെണ്ണക്കണ്ണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ വെണ്ണക്കണ്ണനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിലേക്ക് ഉത്തരങ്ങൾ കടന്നു വരുന്നതിന് സമയമായി എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും, പ്രധാനമായും സന്തോഷം, വിജയങ്ങൾ, അത്തരത്തിൽ എന്ത് തന്നെയാണ് എങ്കിലും പലപ്പോഴും തിരിച്ചടികളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ പോലും സാധിക്കാതെ വിഷമതകൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പരാമർശിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പ്രയാസപ്പെടുന്നതായി കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നതിനുള്ള അവസരങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പല രീതിയിലുമുള്ള വിജയങ്ങൾ, അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ അഥവാ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അഥവാ കൊണ്ടുവരും എന്ന് കാണുവാനായി സാധിക്കുന്നു. ജോലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയാണ് എങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമാണോ എന്ന് ചിന്തിച്ചാൽ ആണ് എന്ന് ചില കാര്യങ്ങളാൽ പറയുവാൻ സാധിക്കുന്നില്ല. ചില അസംതൃപ്തി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. പലപ്പോഴും അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പലവിധ ചിന്തകൾ, ടെൻഷനുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനും തൊഴിലുമായി ബന്ധപ്പെട്ട് മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് വന്നു ചേരുക. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്ന് കാണുന്നു. ഏറ്റെടുത്തിരിക്കുന്നതായ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വാക്ക് കൊടുത്തിരിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് കാണുന്നു. മറ്റുള്ളവരിൽ നിന്ന് പോലും അഭിനന്ദനങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. തൊഴിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നതാണ് വാസ്തവം. തൊഴിൽപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. അത്തരം അവസരങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും.
ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം അവസരമായതിനാൽ തന്നെ നടക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി നടക്കുവാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ പല കാര്യങ്ങളും പല വ്യക്തികളും നിങ്ങളിൽ നിന്നും അകന്ന് പോയിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ പോലും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ ഭഗവാൻ പ്രദാനം ചെയ്യും. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പോസിറ്റീവായ ഊർജം പകർന്ന് നൽകിയിട്ടുള്ളതാണ്, അവസരങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ, സ്വീകരിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമായ രാധാദേവിയോടൊപ്പമുള്ള ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ധാരാളമുണ്ട്. ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വ്യക്തത പോലും കൈവരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പല കാര്യങ്ങളും, പ്രധാനമായും നിങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കേണ്ട ഇടത്ത് പലപ്പോഴും തിരിച്ചടികളാണ് നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും തിരിച്ചടികൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ വന്നതിന് ശേഷം പോലുമാകാം. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വൈകിയാണ് ചിന്തകൾ വരുന്നത് എന്നത് വാസ്തവമാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പലർക്കും നിങ്ങളോട് അസൂയയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉയർച്ച, അനുകൂലമായ സാഹചര്യങ്ങൾ അവരെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറ്റു ചില വ്യക്തികളെ വളരെയധികം വിഷമിപ്പിക്കുന്ന, അസൂയയ്ക്ക് കാരണമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം ഉള്ളതിനാൽ തന്നെ, അല്ലെങ്കിൽ അത്തരം ദോഷത്താൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ, വിഷമതകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അപ്രകാരം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. പലപ്പോഴും ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ആ തടസ്സങ്ങൾ, വിഷമതകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ സ്വഭാവം മറ്റുള്ളവർ മനസ്സിലാക്കുകയും അവർക്ക് സംഭവിച്ചിരിക്കുന്നതായ വീഴ്ചകൾ, നിങ്ങളോട് ചെയ്തു പോയ പല തെറ്റിനും അവർ പശ്ചാത്തപിക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും പശ്ചാത്തപിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം വേണ്ടപ്പെട്ടവരായ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയ പല വ്യക്തികളും നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന സാഹചര്യം കടന്നു വരാനായി പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോലും പോകുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര തന്നെ മറ്റുള്ളവർ ശ്രമിച്ചാൽ പോലും നിങ്ങളെ തളർത്തുവാൻ അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ് വാസ്തവം. പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പോലും വിഫലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും, പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും
കടന്നു വരുന്നു എന്നതുപോലെ തന്നെ ചില കാര്യങ്ങൾ, ദോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകാവുന്നതുമാണ്. പോസിറ്റീവായ ഊർജം, ചിന്തകൾ നിങ്ങളിലേക്ക് നാൾക്ക് നാൾ കടന്നു വരുന്നതായും കാണുവാനായി സാധിക്കുന്നു. ആര് നിങ്ങളെ ഭയപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അവർക്ക് നിങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നും കാണുന്നു. നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ പോലും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എങ്കിലും നിങ്ങളുടെ കഴിവ്, വില മറ്റുള്ളവർ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളെ പ്രശംസിക്കാതിരിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പലതും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പലതും തിരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭഗവാന്റെ അനുഗ്രഹം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. പൊതുവിൽ നിങ്ങളിലേക്ക് അനുകൂലമായ സമയങ്ങൾ രൂപപ്പെടാവുന്നതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ഭാഗ്യം തന്നെയാകുന്നു.